തൊപ്പി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ പൂട്ടി പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സുഹൃത്തുക്കളുടെ അശ്ലീല ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചു എന്നതാണ് പ്രധാന ആരോപണം. കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഹാദിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് പോലീസ്. എറണാകുളം റൂറൽ പോലീസാണ് സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. രേഷ്മ ബാബു വിശദാംശങ്ങൾ നൽകും. രേഷ്മ, ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു യൂട്യൂബറാണ് ഈ തൊപ്പി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ തൊപ്പിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്? ഗൗതം, ഗൗരവ സ്വഭാവമുള്ള കുറ്റകൃത്യം തന്നെയാണ് തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് സെഷൻസ് കോടതിയിൽ എറണാകുളം റൂറൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഈ കേസ് എടുത്തതിന് തൊട്ട് പിന്നാലെയാണ് തൊപ്പി എന്ന മുഹമ്മദ് നിഹാദ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് കീഴ്ക്കോടതി, അതായത് സെഷൻസ് കോടതിയെ സമീപിച്ചത്. അതിനെ ഇപ്പോൾ തുറന്ന് എതിർത്തിരിക്കുകയാണ് സർക്കാർ, അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. അതിനിടയിൽ തന്നെ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ പൂട്ടിയിരിക്കുകയാണ് അധികൃതർ. നേരത്തെ ഈ യൂട്യൂബ് ചാനലിലൂടെയാണ് സുഹൃത്തുക്കളുടെ നഗ്ന വീഡിയോ ഒക്കെ തന്നെ പ്രചരിപ്പിച്ചത്. അതിൽ 3 പരാതികൾ തൊപ്പിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതിൽ പിന്നീട് റൂറൽ സൈബർ പോലീസ് കേസെടുത്തുകൊണ്ട് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിലാണ് ചില തെളിവുകൾ ലഭ്യമായിട്ടുള്ളത്. പോലീസിന്റെ നടപടി അല്ലെങ്കിൽ ആവശ്യപ്രകാരം തന്നെയാണ് ഈ പ്രസ്തുത ചാനൽ പൂട്ടിയിരിക്കുന്നത്. നേരത്തെ സുഹൃത്തുക്കളും തൊപ്പിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആക്ഷേപവും ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരുന്നു. തൊപ്പിക്ക് ലഹരി സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. തൊപ്പിയുടെ അതായത് തൊപ്പി പുറമേ കാണുന്ന സ്വഭാവമല്ല, മറ്റൊരു പുറത്ത് കാണാത്തൊരു സ്വഭാവം കൂടി നിഹാദിനുണ്ട് എന്നുള്ളതായിരുന്നു സുഹൃത്തുക്കളുടെ ആക്ഷേപം. അവരത് സംബന്ധിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അത് മാത്രമല്ല, ഈ തൊപ്പി നിൽക്കുന്നിടത്ത് ലഹരി സൂക്ഷിക്കുമായിരുന്നു. കൂടാതെ തങ്ങളെ അനാവശ്യമായിട്ട് ആക്രമിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു സ്വഭാവവും തൊപ്പിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപമായിരുന്നു അന്ന് ഉയർന്നിരുന്നത്. ഈ അശ്ലീല ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നതിലാണ് 3 പരാതികൾ തൊപ്പിക്കെതിരെ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം റൂറൽ സൈബർ പോലീസ് നടത്തി കേസെടുക്കുകയായിരുന്നു. എന്തായാലും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യമായതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തൊപ്പിക്ക് അല്ലെങ്കിൽ മുഹമ്മദ് നിഹാദിന് യാതൊരു കാരണവശാലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. ആ നിലപാട് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും കോടതി തീരുമാനം എടുക്കുക. ഗൗതം, ഓക്കെ, രേഷ്മയാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേർന്നത്.